ഏവർക്കും നെല്ലും പതിരും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. എന്ത് വിശ്വസിച്ച് ഒരു പാർട്ണറിനെ ഈ ഒരു കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കാൻ പറ്റും? ഫോട്ടോ വളരെ സോഫ്റ്റ് ആയിരുന്നെങ്കിലും സ്വഭാവം വളരെ ഹാർഡാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. ദൈവം നമ്മളെ കാണുന്ന കണ്ണുകളും നമ്മൾ മനുഷ്യനെ കാണുന്ന കണ്ണുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു ടോക്സിക് സ്പൗസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ വിവാഹമോചനം ചെയ്യുന്നതിനോട് പിതാവിന്റെ അഭിപ്രായം എന്താണ്? ടോക്സിക് സ്പൗസസ് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നാട്ടുകാർ ഇടപെട്ടായിരുന്നു ചിലരുടെയൊക്കെ കുടുംബ വഴക്ക് തീർത്തോണ്ടത്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്ത് മാന്യമായിട്ടാ അവര് വഴക്ക് പിടിക്കുന്നത് പോലും. അൺസർട്ടനിറ്റി ഉണ്ട് എല്ലാ ബന്ധങ്ങൾക്കും. അധ്വാനിക്കുന്ന ചെറുപ്പക്കാർക്ക് ഈ കേരളത്തിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാം. കുഞ്ഞുങ്ങളെ നോക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി. ഇന്ന് നമ്മൾ ഫാക്ട് ചെക്കിങ്ങിന് വിധേയമാക്കുന്നത് വിവാഹം എന്ന വിഷയമാണ്. നെല്ലും പതിരും എന്ന പരിപാടിയിൽ ഒപ്പമായിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവെ, നമ്മുടെ പണ്ടത്തെ ഒരു ജനറേഷനിൽ നമ്മൾ ജസ്റ്റ് അതായത് നമ്മൾ കാണുന്ന അപ്പനമ്മമാരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവർ പെണ്ണ് കാണാൻ പോകുന്നു, വധുവിനെ ഇഷ്ടപ്പെടുന്നു, വിവാഹം കഴിക്കുന്നു, കല്യാണമായി, പിന്നെ അവരൊരു ജീവിതം, സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നു. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടം വരുമ്പോഴത്തേക്ക് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ഒരു ചേച്ചി വിവാഹം എന്നൊരു കാര്യത്തിനോട് ഭയങ്കര പേടിയാണ്. ഞാൻ ആ ചേച്ചിയോട് പേഴ്സണലി ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ കാര്യം, നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഒരു പാർട്ണറിനെ തിരഞ്ഞെടുക്കുന്നത്? പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു പെണ്ണ് കാണലിലൂടെ ഇഷ്ടപ്പെടുന്നു, അവർ സന്തോഷത്തോടെ ജീവിക്കും. നമ്മൾ കാണുന്നതാണ്, നമ്മുടെ പേരൻസ് എല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നതെല്ലാം കാണുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പിതാവ് പറഞ്ഞതുപോലെ മാട്രിമണി സൈറ്റിലെല്ലാം ഒരു വ്യക്തി ഒരു പ്രൊഫൈൽ കൊടുക്കുമ്പോൾ അവൻ്റെ പാസ്റ്റ് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ച് ഒരു പാർട്ണറിനെ ഈ ഒരു കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കാൻ പറ്റും? നീതു ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണത്. താങ്ക് യു ഫോർ ആസ്കിങ്. മോള് പറഞ്ഞു പഴയ ആൾക്കാരെല്ലാം നന്നായിട്ടാണ് കുടുംബജീവിതം നയിക്കുന്നത്. ചുമ്മാതാ, എന്നോ വഴക്കും പക്കാണമായിരുന്നു. എൻ്റെ പൊന്നെ, നാട്ടുകാർ ഇടപെട്ടായിരുന്നു ചിലരുടെയൊക്കെ കുടുംബ വഴക്ക് തീർത്തോണ്ടത്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്ത് മാന്യമായിട്ടാ അവര് വഴക്ക് പിടിക്കുന്നത് പോലും. ഞാൻ കാണുന്നവരൊക്കെ നല്ലതായിട്ടാണ്. നീതു ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന കാഴ്ചകളെ കുറിച്ചാണോ സംസാരിക്കുന്നത്? എനിക്ക് റിയൽ ആയിട്ട് അനുഭവമുണ്ട്, എന്റെ കുടുംബത്തിൽ നിന്ന് അനുഭവമുണ്ട്. നീതുവിന്റെ പേരൻസ് നന്നായിട്ട് ജീവിക്കുന്നു അല്ലേ? അവരിടയ്ക്ക് വഴക്ക് പിടിച്ചാലും സ്നേഹിച്ച് ജീവിക്കുന്നു, നല്ല കാര്യമാണത്. പക്ഷേ പണ്ടും ഉത്തരവാദിത്വം ഇല്ലാതെ നടന്ന് വെള്ളമടിച്ച് 4 കാലേ നടക്കുന്ന അച്ചായന്മാര് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. സ്വഭാവ ദൂഷ്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു. പഴയ സിനിമകളൊക്കെ നോക്കിയാൽ അതെല്ലാം, ആ കഥകളെല്ലാം അതിനകത്തുണ്ട്. പക്ഷെ എന്നിട്ട് മനുഷ്യന് കല്യാണം കഴിക്കാൻ കുറച്ചുകൂടെ ധൈര്യം ഉണ്ടായിരുന്നു. എവറി റിലേഷൻഷിപ്പ് ഡിമാൻഡ്സ് കറേജ് ഫ്രം us. കാരണം അതൊരു തീരുമാനമാണ്. ഒരു തീരുമാനം ചിലപ്പോൾ 100% ഉറപ്പോടുകൂടി നമ്മൾ ഏത് ജീവിതത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത് നമുക്ക് സാധിക്കുകയില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ കുറവുള്ളവരാണ്. നമുക്ക് എല്ലാം തികഞ്ഞ മനുഷ്യരെ ഒന്നും കാണാനായിട്ട് സാധിക്കുകയില്ല. ചിലപ്പോൾ ഒരു ഹിസ്റ്ററി, മോശം ഹിസ്റ്ററി ഉള്ള ആൾക്കാർ കാണും. അപ്പം നമ്മളാണേലും ഒത്തിരി വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരെല്ലാം പെർഫെക്റ്റ് മനുഷ്യരൊന്നും അല്ലായിരുന്നു. ഇംപെർഫെക്ഷൻസിലൂടെ കടന്നു വന്നവരാണ് അല്ലേ? അപൂർണതകളുള്ള മനുഷ്യരുടെ കൂടെ അവര് വിശ്വാസത്തോടുകൂടി ജീവിച്ചു എന്നുള്ളതാണ് അവരുടെ വിശുദ്ധിയായിട്ട് മാറുന്നത്. ഇതൊന്നും ഇപ്പോഴത്തെ തലമുറയോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. പക്ഷേ നമുക്കറിയാം, നിലനിൽക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അവിടെ ഒരു മോശപ്പെട്ട ഒരു പാസ്റ്റ് ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അയാളുടെ കൂടെ, അവളുടെ കൂടെ ജീവിക്കാൻ ഒരാൾ തയ്യാറാകുന്നതിലൂടെ വലിയ പ്രത്യാശയാണ്. അവിടെയാണ് അവർക്ക് നല്ലൊരു ജീവിതം നയിക്കണമെങ്കിൽ അവർക്ക് സഹായത്തിനായിട്ട് സഭയുണ്ട്, കൂദാശകളുണ്ട്, ദൈവവചനമുണ്ട്. അതൊക്കെ വായിച്ച് തങ്ങളുടെ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് കൂടുതൽ നല്ല ജീവിതത്തിലേക്ക് വന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അതുകൊണ്ട് നല്ല മാതാപിതാക്കളുടെ മക്കളായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും
അതുപോലെയുള്ള പങ്കാളികളെ നമ്മൾ ആഗ്രഹിക്കും ന്യായമായിട്ടും. എന്നോടൊരു പെൺകുട്ടി പറഞ്ഞു, എൻ്റെ അപ്പൻ വലിക്കത്തുമില്ല കുടിക്കത്തുമില്ല, അതുകൊണ്ട് എന്നെ കെട്ടുന്നയാളും വലിക്കുകയും കുടിക്കുകയും ചെയ്യരുതെന്ന് എനിക്ക് നിർബന്ധമാണെന്ന് പറയും. 1.5 വർഷമായിട്ട് അവളുടെ കല്യാണം നടക്കുന്നില്ല. അവളെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ 2 ഡിമാൻഡ് ഇന്നത്തെ കാലത്ത് ഇച്ചിരി കട്ടിയാണ്, കുടിക്കാത്ത ആമ്പിള്ളേരില്ല, അതുകൊണ്ട് ഞാൻ ഡിമാൻഡ് ഇച്ചിരി കുറച്ചു. വലിക്കുന്നവരെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, പുകയുടെ മണം എനിക്ക് സഹിക്കത്തില്ല, അതുകൊണ്ട് ഇച്ചിരി കുടിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. 1/2 വർഷത്തോടെ കഴിഞ്ഞപ്പോൾ അവളുടെ കല്യാണം നടന്നു. അപ്പോൾ അപ്പൻ നല്ല തങ്കപ്പെട്ട ആളാണ്, അതുപോലെ ഒരാളെ കിട്ടിയാലേ ഞാൻ കെട്ടുകയുള്ളൂ എന്നൊക്കെ നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാം ചിലപ്പോൾ. കാരണം നമുക്ക് എപ്പോഴും അത് നടന്നൊന്നും വരികയില്ല. അപൂർണതകൾ ഉണ്ടാവും മനുഷ്യർക്ക്, പക്ഷെ എങ്കിലും അവരെ വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്വീകരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് കുടുംബജീവിതത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നോക്കിയാലും, അവർ നിലനിൽക്കുന്ന ബന്ധം രൂപീകരിച്ച മാതാപിതാക്കളെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ പെർഫെക്റ്റ് ആൾക്കാരൊന്നും അല്ല. നിങ്ങളുടെ അമ്മയോട് ചോദിക്കണം അപ്പൻ്റെ കുറവുകൾ എത്ര എണ്ണം ഉണ്ടെന്ന്. ഒരു ബുക്ക് നിറയെ വേണേൽ എഴുതിത്തരും. അപ്പൻ്റെ നന്മകൾ 5-6 എണ്ണമെങ്കിലും ആ നന്മയെ എഴുതിത്തരും. ആ 5-6 നന്മയുടെ പേരിലാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. നിങ്ങളുടെ അപ്പനോട് ചോദിക്കണം അമ്മയുടെ കുറവുകൾ ഏതൊക്കെയാണ്, ഇഷ്ടം പോലെ പറയും. പക്ഷെ നന്മ ഒന്നുമില്ലല്ലോ, അവൾ എൻ്റെ കൂടെ ജീവിക്കുന്നില്ലേ, അത് തന്നെ ഏറ്റവും വലിയ നന്മ. ആ നന്മ കുറച്ചെങ്കിലും കണ്ടെത്താൻ സാധിക്കുന്നത് കൊണ്ടാണ് അവര് ഒരുമിച്ച് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ കുറവുകൾ ഉള്ള മനുഷ്യര്, മോശപ്പെട്ട ഹിസ്റ്ററി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും കുറച്ചെങ്കിലും നന്മ കണ്ടെത്താൻ സാധിക്കുവാണെങ്കിൽ അത് കണ്ടെത്താൻ ദൈവം അനുഗ്രഹിക്കും, അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം എവറി റിലേഷൻഷിപ്പ് ഈസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് അൺസർട്ടനിറ്റി ഉണ്ട് എല്ലാ ബന്ധങ്ങൾക്കും. അല്ലാതെ 100% സർട്ടനിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷെ ദൈവത്തിൽ മുറുകെ പിടിച്ച് വിശ്വസിച്ച് നമ്മളങ്ങ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി അത്ഭുതങ്ങൾ ചിലപ്പോൾ ജീവിതത്തിലൊക്കെ സംഭവിക്കും. ചിലപ്പോൾ ഓൾ ഓൺ എ സഡൻ ഈ മനുഷ്യനങ്ങ് മാനസാന്തരപ്പെടും. ചിലപ്പോൾ നമുക്ക് നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെയുള്ള ദാമ്പത്യങ്ങളിൽ നിന്ന് കണ്ടെത്താനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഒത്തിരി അത്ഭുതങ്ങളിലൂടെ ദൈവവും നമ്മുടെ പിന്നാലെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. ശരിയാണ് പിതാവ് പറഞ്ഞത്. നമ്മൾ എന്തോ മേന്മയുള്ളവരാണെന്ന് ഭാവിച്ചാണ് ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഒരു ചെറിയ കമ്പാരിസണിലൂടെ പഴയ തലമുറയിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പം പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ ചുവട് വയ്ക്കാൻ എന്തോരം ഭയമാണെന്നാണ് പിതാവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനാണ്? ഹണി അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ക്വസ്റ്റ്യനും കൊണ്ട്. ചോദിച്ചോളൂ. പിതാവേ, വിവാഹം സ്വർഗത്തിൽ നടത്തപ്പെടുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ള വചനങ്ങളൊക്കെ കേട്ട് വളർന്ന യുവജനങ്ങളാണ് ഞങ്ങൾ. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹമോചനങ്ങൾ കൂടി വരുന്നൊരു സമയമാണ്. അപ്പം ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇത്തരം പൊരുത്തക്കേടുകൾ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? സോ കോൾഡ് ടോക്സിക് ആയിട്ടുള്ള സ്പൗസുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഒരു ടോക്സിക് സ്പൗസാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ വിവാഹമോചനം ചെയ്യുന്നതിനോട് പിതാവിൻ്റെ അഭിപ്രായം എന്താണ്? വിവാഹമോചനം ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മുടെ വിശ്വാസത്തിൽ വിവാഹമോചനം ഇല്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യനെ വേർപെടുത്താൻ സാധിക്കുകയില്ല. പക്ഷേ മോളുടെ ചോദ്യം അതാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഇത്രയും ടോക്സിക് ആകുന്നത്, അല്ലെ? ടോക്സിക് സ്പൗസസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഉത്തരം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആരും ടോക്സിക് അല്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആരും ടോക്സിക് ഒന്നുമല്ല. ദൈവം ഓരോന്നും സൃഷ്ടിച്ചിട്ട് എന്താണ് പറഞ്ഞത്? എല്ലാം നന്നായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളെല്ലാവരും നല്ലവരാണ്. പാപിനിയായ സ്ത്രീ അന്നത്തെ കാഴ്ചപ്പാടിൽ ടോക്സിക്കാണ്. അവൾ വ്യഭിചാരിണിയായിരുന്നു. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ തൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയാകാൻ യോഗ്യതയുള്ളവളാണ് അവൾ. എന്തൊരു വ്യത്യാസമാണല്ലേ, അല്ലേ? തൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി ഈ സ്ത്രീയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ അവൾ ടോക്സിക്കാണ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവൾ നവീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയാണ്. സക്കേവൂസ് നമ്മുടെ കാഴ്ചപ്പാടിൽ ടോക്സിക് പേഴ്സണാലിറ്റിയാണ്. കാരണം പിടിച്ചുപറിക്കാരനും കുഴപ്പക്കാരനുമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവൻ മാനസാന്തരപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ്.
അപ്പൊ ഇങ്ങനെയാണ് ദൈവം നമ്മളെ കാണുന്ന കണ്ണുകളും നമ്മൾ മനുഷ്യനെ കാണുന്ന കണ്ണുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആരും അങ്ങനെ ടോക്സിക് ഒന്നുമല്ല. അല്പം കരുണ. നിങ്ങൾ എപ്പോഴും ഓർക്കണം, മനുഷ്യന്റെ ബേസിക് നീഡ് എന്താണ്? അല്പം സ്നേഹവും കരുണയും. നിങ്ങളാണെങ്കിൽ ഏറ്റവും ക്രൂരനായ ഒരു മനുഷ്യനാണെങ്കിലും നിങ്ങളോട് അല്പം സ്നേഹം കാണിച്ചാൽ നിങ്ങൾക്ക് അയാളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും. ഒത്തിരി ക്രൂരത കാണിച്ച ഒരാളാണ്, പക്ഷെ അയാൾ നിങ്ങളോട് അല്പം സ്നേഹം കാണിക്കുന്നു. ആ സ്നേഹം തേടി പോകുന്നവരുമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ഒരു അടിസ്ഥാന ചിന്തയാണ് നമ്മളെല്ലാം അല്പം കെയർ, അല്പം സ്നേഹം തേടുന്നവരാണ്. അപ്പൊ അത് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അത് കൊടുക്കാൻ മനസ്സുള്ള വ്യക്തികളാവുകയാണെങ്കിൽ കുടുംബജീവിതമൊക്കെ സന്തോഷകരമായിട്ട് പോകും എന്നുള്ളതാണ്. സ്വഭാവ വൈരുദ്ധ്യങ്ങളും ഒന്നും വലിയ പ്രശ്നം ആകുന്നില്ല. പക്ഷെ നമ്മൾ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസുമായിട്ട് വിവാഹബന്ധത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങോട്ട് എന്നാ മതി. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അത് ഓരോരുത്തരും രണ്ട് വ്യക്തികളാണ്, രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. നമ്മളുടെ പ്രതീക്ഷകളൊന്നും അവിടെ ചെലവാകണമെന്നില്ല. പക്ഷെ സ്റ്റിൽ ദൈവത്തിന് ഞങ്ങളെ കൊണ്ട് ഒരു പദ്ധതി നിറവേറ്റാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം, അതാണ് മുന്നോട്ട് നയിക്കുന്നത്. അതാണ് നമ്മുടെ മാതാപിതാക്കളെയും മുന്നോട്ട് നയിച്ചത്. തോന്നുന്നു പോള് കൈ ഉയർത്തിയിട്ടുണ്ട്. പോളിനോട് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയ നിവാരണം വരുത്താനുണ്ട്? പിതാവേ, വിവാഹപ്രായമായ പലരും പറയുന്ന കേൾക്കാറുണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ അപ്പനും അമ്മയും ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്, എനിക്ക് അതൊക്കെ ഒന്ന് തീർത്തിട്ട് ശാശ്വതമായി പരിഹരിച്ചിട്ട് ലൈഫൊക്കെ ഒന്ന് സെറ്റിലായതിനു ശേഷം മാത്രം മതി വിവാഹം എന്ന ചിന്താഗതി ഞാൻ അപ്പോഴേ ചിന്തിക്കുന്നുള്ളൂ എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ 10-35 വയസ്സൊക്കെ ആകാം. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരോട് പിതാവിന് പറയാനുള്ള അഭിപ്രായം എന്താണ്? പോളെ, നമ്മള് കുടുംബത്തിന്റെ ബാധ്യത തീർത്തിട്ട് കല്യാണം കഴിക്കാം, മാതാപിതാക്കൾക്ക് സന്തോഷമാക്കിയിട്ട് കല്യാണം കഴിക്കാം, നമ്മൾ സെറ്റിലായിട്ട് കല്യാണം കഴിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ കല്യാണം നടക്കത്തില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, കല്യാണം കഴിക്കാൻ ഒരു പ്രായമുണ്ട്, ഒരു ഇച്ചിരി റൊമാൻറ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രായം. ആ പ്രായം എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ വലിയ പേരൻറ്റിൻ്റെ ലെവലിലേക്ക് എത്തുന്ന ഒരു പ്രായത്തിലൊക്കെ കല്യാണം കഴിക്കാൻ പോയാൽ നമ്മുടെ കൂടെയുള്ള ജീവിത പങ്കാളിക്ക് ആ ലൈഫ് അത്ര രസകരമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊരു പ്രായത്തിൽ കല്യാണം കഴിക്കണം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അധ്വാനിക്കാനുള്ള ഒരു മനസ്സാണ്. അധ്വാനിക്കുന്ന ചെറുപ്പക്കാർക്ക് ഈ കേരളത്തിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാം. ഇപ്പോൾ ഞാനൊരു ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ഒരു ഇലക്ട്രീഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം എൻ്റെ അടുത്ത് ജോലി തേടി വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ആകപ്പാടെ ഉള്ളത് കുറച്ച് അധ്യാപകർക്ക് കൊടുക്കാനായിട്ട് ഇവിടെ കുറച്ച് ജോലിയുണ്ട്, അത് ആ പരീക്ഷയൊക്കെ എഴുതി കിട്ടിയാൽ കിട്ടി, അല്ലാതെ ഇലക്ട്രീഷ്യന്മാർക്ക് നമുക്ക് ഇവിടെ എന്ത് ജോലി കൊടുക്കാനാ എന്ന് പറഞ്ഞു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞ് അയാളെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പം എനിക്ക് എല്ലാ ദിവസവും ജോലിയുണ്ട് പിതാവേ, ഞായറാഴ്ച കുർബാനയ്ക്ക് വരാൻ പോലും പറ്റാത്ത രീതിയിൽ ജോലിയായി. ഞാൻ പറഞ്ഞു, അതിച്ചിരി കട്ടിയായിപ്പോയി, ഞായറാഴ്ച കുർബാനയ്ക്ക് വരണം. കാരണം നന്നായിട്ട് ജോലി ചെയ്യുന്ന, വിശ്വസ്തരായിട്ട് ജോലി തീർത്ത് കൊടുക്കുന്ന ആൾക്കാരെ തേടി നമ്മുടെ ആൾക്കാരെ നടപ്പുണ്ട്. അപ്പൊ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം. ഏത് ജോലി, കാരണം 30 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികള് ദിവസം 900-1000 രൂപ വീതം കൂലി വാങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. എന്ന് പറഞ്ഞാൽ മിനിമം 25,000 രൂപ അവർക്ക് ഒരു മാസം കിട്ടുന്നുണ്ട്. മിനിമം 25,000 രൂപ. ആ ഒരു നാട്ടിൽ നമുക്കും തൊഴിൽ കിട്ടും. അപ്പോൾ നമുക്ക് തൊഴിൽ കിട്ടും. ആ തൊഴിൽ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിവാഹപ്രായവും ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മടിയന്മാർ വേണമെങ്കിൽ കല്യാണം കഴിച്ചില്ലേലും തെറ്റൊന്നുമില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട, മടിയന്മാരും കെട്ടിക്കോ. പക്ഷേ ഒരു സൂചന, മടിയന്മാരാകരുത്. പ്രത്യേകിച്ച് ആണുങ്ങൾ അധ്വാനികളായിട്ട് മാറണം. പെൺകുട്ടികൾ അവരും അധ്വാനിക്കണം, അവരും അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ അവർ കുറച്ചുകൂടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനൊക്കെ പ്രാധാന്യം കൊടുക്കണം. അത് പ്രധാനപ്പെട്ടാണ്. കാരണം അവർ പിള്ളേരെ നോക്കിയില്ലെങ്കിൽ വേറെ ആരും നോക്കുകയില്ല. ഒരു തലമുറയെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഞാൻ ഇറ്റലിയിൽ ഒരു സംസ്ഥാനത്ത് ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടുത്തെ അമ്മമാർക്ക് ഫുൾ സാലറിയിൽ ഗവൺമെന്റ് ലീവ് കൊടുക്കുകയാണ്. ഫുൾ സാലറി. ഗവൺമെന്റ് പറയുന്നത് കുഞ്ഞുങ്ങളെ നോക്കുന്നതാണ് ഏറ്റവും വലിയ
ജോലി. അത് പുതിയ അവരുടെ രാജ്യത്തിന് ഈ സ്ത്രീ തരുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. അവൾ ഒരു കൊച്ചിനെ മിടുക്കനായിട്ട് വളർത്തി തരുന്നു. അതുകൊണ്ട് അവൾക്ക് ഞങ്ങൾ ഫുൾ സാലറി കൊടുക്കുകയാണ്. അവൾ ടീച്ചറാണെങ്കിൽ അവൾക്ക് അവധി എടുക്കാം. ടീച്ചർ ആനുമ്പം കിട്ടുന്ന അതേ ജോലി, അതേ ഇൻക്രിമെന്റും അവൾക്ക് കിട്ടും. അവിടെ ആ സംസ്ഥാനത്ത് കൂടുതൽ മക്കളുണ്ട് കേട്ടോ. 6 പിള്ളേരുള്ള ഒരു സ്ത്രീയെ വരെ ഞാൻ കണ്ടു. കാരണം മക്കളെ വളർത്തുന്നത് ഒരു ഏറ്റവും ഉന്നതമായ ഒരു പ്രൊഫഷനായിട്ട് അവരുടെ രാജ്യം അംഗീകരിക്കുന്നു. കുട്ടികളെ നന്നായിട്ട് വളർത്തി നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതാണ് ഏറ്റവും മഹത്തരമായ ഒരു ജോലി എന്ന് പിതാവ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും, നമ്മുടെ സമയം അവസാനിക്കാറായി, ഒരു ത്രില്ലിംഗ് ചോദ്യം ഇനി ആർക്കെങ്കിലും ഒരാൾക്കും കൂടെ ചോദിക്കാനുള്ള ഒരു ചാൻസ്. ഓക്കെ, ജെയ്സൺ ആണ് ചോദിക്കാനുള്ളത്. പിതാവ്, ഇപ്പം നമ്മുടെ മിശ്ര വിഭാഗങ്ങളൊക്കെ കൂടി വരുവാണല്ലോ. അപ്പോൾ നമ്മുടെ സഭ തന്നെ അതിന് ഒരു ഇളവ് കൊടുക്കുന്ന രീതിയിൽ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്നുള്ളൊരു ഇത് ഉണ്ടല്ലോ. അപ്പോൾ ഈ കൂദാശയുടെ അപ്പോൾ അങ്ങനെ ഇളവ് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് പള്ളി വെച്ച് കല്യാണം കൂദാശ അല്ലാതെ കുർബാന നടത്തി ഒരു ചെറിയ ചടങ്ങ് കണക്ക് നടക്കാനായിട്ട് അനുവാദം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പുറത്ത് നിന്ന് കാണുന്നവരൊക്കെ അതൊരു കൂദാശയാണ് എന്നുള്ളൊരു രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കൂദാശയുടെ മഹിനതയും പവിത്രതയൊക്കെ അവിടെ നഷ്ടപ്പെടുമല്ലോ ഇങ്ങനെ ഒരു അനുവാദം കൊടുക്കുന്നതിലൂടെ. അതിനുള്ള സഭയുടെ നിലപാട് എന്താ? സഭയെന്ന് പറയുന്നത് ഒരു അമ്മയുടെ മനസ്സാണ്. മക്കളെ പരമാവധി വിശ്വാസത്തിൽ വളർത്താനും വിശ്വാസം നഷ്ടപ്പെടുത്താതെ, ആത്മരക്ഷ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള ഒരു പ്രൊവിഷനാണ് ഈ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്തിൽ ക്രിസ്ത്യാനികൾ വളരെ വളരെ കുറവാണ്. അവിടെയുള്ളവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ചിലപ്പോൾ മറ്റു മതസ്ഥരെ കല്യാണം കഴിച്ചേ പറ്റൂ. അവർ ഇതിലേക്ക് വരാൻ സാധ്യതയില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന് സൗകര്യമൊരുക്കാൻ വേണ്ടിയൊക്കെ സഭ നൽകിയിരിക്കുന്ന ഒരു പ്രൊവിഷൻ. അത് നമ്മുടെ നാട്ടിൽ, ഇത്രയും ചെറുപ്പക്കാരുള്ള നാട്ടിൽ, അത് നോർമലായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നതല്ല. അതൊരിക്കലും ഐഡിയൽ അല്ല. അതൊരു കൂദാശയും അല്ല. അതായത് ആ വിവാഹബന്ധത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ ഈ പങ്കാളിക്ക് ക്രൈസ്തവ ജീവിതം നയിക്കാനും ഭാവിയിൽ അവർക്കുണ്ടാകുന്ന മക്കളെ ക്രൈസ്തവരായിട്ട് വളർത്താനും സഭ നൽകിയിരിക്കുന്ന ഒരു പ്രൊവിഷൻ മാത്രമാണ്. അത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഒരു പെൺകുട്ടി മറ്റു മതത്തിൽപ്പെട്ട ഒരു ആൺകുട്ടിയെ തീവ്രമായിട്ട് പ്രണയിക്കുന്നു. അവർക്കിനിയും വേറൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള വളരെ എക്സ്ട്രീം കേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എക്സെപ്ഷൻ, അത് സഭയുടെ മാതൃഭാവമാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. അതൊരു നോർമൽ സംഭവമല്ല. നോർമൽ ആയിട്ടുള്ള കാര്യവും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം എന്താണ്? ഒരു ക്രൈസ്തവ വിശ്വാസിയെ, കത്തോലിക്ക വിശ്വാസിയെ വേണ്ടത്ര ഒരുക്കത്തോടുകൂടി ഒരു കൂദാശയായിട്ട് സ്വീകരിച്ച്, കൂദാശയുടെ കൃപാവരങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം. സഭ അതെന്നും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ വളരെ എക്സെപ്ഷണൽ സാഹചര്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം പുലർത്തിക്കൊണ്ടും മക്കളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയായിട്ടുമാണ് ഈ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് അനുവദിക്കുന്നത്. അതൊരിക്കലും ഒരു കൂദാശയല്ല, അതൊരു ബ്ലെസ്സിങ് മാത്രമേ ആകുന്നുള്ളൂ. പക്ഷെ അത് സ്വീകരിച്ചവർക്ക് ഇംപെഡിമെന്റ്സ് ഒന്നും ഇല്ലാതെ കൂദാശകളൊക്കെ സ്വീകരിക്കാൻ സാധിക്കും. ഈയിടയ്ക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അച്ഛൻ്റെ റീലിനകത്ത് ഞാൻ കാണുകയുണ്ടായി. അതായത് ഒരു യുവതി അല്ലെങ്കിൽ ഒരു യുവാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കപ്പേളെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു നല്ല വരനെ തരണേ, നല്ല വധുവിനെ തരണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ഒരു നല്ല വരനെ കാണിച്ചു തന്നു, അല്ലെങ്കിൽ നല്ല വധുവിനെ പള്ളിയിൽ വെച്ച് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രേമബന്ധത്തിലേക്ക് കിടക്കുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കല്യാണ ജീവിതത്തിലേക്ക് എത്തിക്കുന്ന ഒരു, അത് ശരിയല്ല, അങ്ങനെയല്ല ഒരാളെ സ്വീകരിക്കേണ്ടതെന്ന് ഒരു അച്ഛൻ പറയുന്ന ഒരു റീൽ വളരെ ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഒത്തിരി പേര് ഇപ്പോൾ കല്യാണം കഴിക്കാനൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്, വധുവിനെയും വരനെയൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള വധു, അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നതാണ് എന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വധുവിനെ അല്ലെങ്കിൽ വരനെ സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നത്? നല്ലൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റിയൽ പിതാവിനോട് ഉന്നയിച്ചിരിക്കുന്നത്. റിയൽ വളരെ റിയൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലേ? എൻ്റെ റിയലെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു പെർഫെക്റ്റ് ആളെ ഒന്നും കിട്ടത്തില്ല. അങ്ങനെയുള്ളവരെ തേടരുത്. പെർഫെക്ഷൻ നമുക്ക് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും ഓർക്കണം, കുറവുകളുള്ള, ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയായിരിക്കും കിട്ടുന്നത്.
അപ്പോൾ എങ്ങനെയുള്ള ഒരാളെ തേടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ ഹിതം നിറവേറ്റാൻ എന്നെ സഹായിക്കുന്ന ഒരു വിവാഹബന്ധം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് കണ്ണടച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ നോക്കി ആദ്യം തൊടുന്നയാളെ കല്യാണം കഴിക്കുക, അതൊന്നുമല്ല. കാരണം വിശ്വാസം ഒരു മാജിക് അല്ലല്ലോ. വിശ്വാസം മാജിക് അല്ല. ദൈവം ഒരു മജീഷ്യനും അല്ല. നമ്മളെ ഈ കോവിഡ് കാലം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്. ദൈവം മജീഷ്യനല്ല. നീ പറയുന്ന പോലെ എല്ലാം ചെയ്തു തരാനായിട്ടുള്ള മാജിക്കുകാരനൊന്നുമല്ല ദൈവം. ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, നല്ലൊരു വധുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ ചോയ്സിനോടൊപ്പം തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ ആ ആഗ്രഹങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും ഒരു കുറവല്ല. കാരണം അവർ നിങ്ങളെ ഏറ്റവും ആത്യന്തികമായിട്ട് സ്നേഹിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്, പിന്നെ നിങ്ങളുടെ സഭയാണ്. കാരണം നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന രണ്ട് കൂട്ടരാണ് ഇവര്. ഒന്ന് മാതാപിതാക്കൾ, അവരുടെ ജീവിതം മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. സഭ നിങ്ങളെ വളർത്തിക്കൊണ്ട് വരികയാണ്. വേദപാഠ പരിശീലനത്തിലൂടെ കൂദാശകളതും സഭയ്ക്കും നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. ഈ രണ്ട് കൂട്ടുകാരുടെയും ആഗ്രഹങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുത്ത് പിന്നെ അങ്ങനെ നടത്തുന്ന ഒരു അന്വേഷണത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരാളെ അങ്ങ് സ്വീകരിക്കുക. സ്വീകരിച്ചു കഴിയുമ്പം കുറവുകളൊക്കെ കാണും. നമ്മൾ വിചാരിച്ചോളൊന്നും ആയിരിക്കുകയല്ല. ഫോട്ടോയിൽ നല്ല സുന്ദരിയായിരുന്നു, പക്ഷേ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് സ്വഭാവം ഭയങ്കര കട്ടിയാണ്. ഫോട്ടോ വളരെ സോഫ്റ്റ് ആയിരുന്നെങ്കിലും സ്വഭാവം വളരെ ഹാർഡാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ എങ്കിലും ദൈവം തന്ന ഒരു വ്യക്തിയാണല്ലോ. ചിലപ്പോൾ ഈ വിവാഹത്തിൽ ദൈവത്തിനൊരു പദ്ധതി നിറവേറ്റാൻ കാണും എന്നുള്ളൊരു ചിന്തയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഈ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് പറയുന്നത്, നിങ്ങൾ ദുഃഖവെള്ളിയാഴ്ച വലിയ മരക്കുരിശും എടുത്തുകൊണ്ട് മല കയറണമെന്നല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ്, അതായത് ബുദ്ധിമുട്ടുള്ള സ്വഭാവ രീതിയുള്ള എൻ്റെ ഭാര്യയുടെ കൂടെ, ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നു. അതാണ് കുരിശെടുപ്പ്. അല്ലാതെ നിങ്ങൾ വലിയ പാറക്കല്ലും ചുമന്നുകൊണ്ട് പള്ളിയുടെ ചുറ്റി കൂടെ 10 പ്രാവശ്യം നടക്കുന്ന അതൊന്നുമല്ല കുരിശെടുപ്പ്. കർത്താവ് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞത് നിന്റെ ജീവിതത്തിലെ കുരിശുകൾ എടുത്തുകൊണ്ട് വരിക. അപ്പോൾ ഒരു ജീവിതം ഒരു കുരിശെടുപ്പാണ്. ഏത് ജീവിതമാണ് എളുപ്പമുള്ള ജീവിതം? അല്ല, എല്ലാ ജീവിതത്തിനും അതിൻ്റെതായ കുരിശുകളുണ്ട്. അത് സ്വീകരിക്കാതെ ഞാൻ എല്ലാം പ്രാർത്ഥിച്ചതാണ്, എന്നിട്ടും കർത്താവ് എനിക്ക് തന്നത് ഇയാളെയാ, അങ്ങനെ നമ്മൾ ഇയാളിലൂടെ ചിലപ്പോൾ നന്മയുണ്ടാകുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. ചിലപ്പം വയസ്സാം കാലത്തായിരിക്കും ഇയാളിലൂടെ നന്മയുണ്ടാകുന്നത്. നമ്മളെ നന്നായിട്ട് നോക്കുമായിരിക്കും, അല്ലെ നമുക്കൊരു അയാൾക്ക് സ്നേഹിക്കാനും കിന്നാനും പറയാനൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്കൊരു രോഗം വന്നാൽ നമ്മളെ കാര്യമായിട്ട് പരിപാലിക്കുമായിരിക്കും. ആർക്കറിയാം, അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് അതാണ് ഒരു സാധ്യതയുള്ള ഒരു കാര്യം, അറിയല്ലേ? അല്ലാതെ ഈ കണ്ണടച്ച് തുറക്കുന്ന പോലുള്ള ഒരു ചോയ്സ് ഒന്നും അല്ലിത്. ഇത് നമ്മുടെ താല്പര്യങ്ങളും നമ്മളെ സ്നേഹിക്കുന്നവരുടെ താല്പര്യങ്ങളും ഈ ചോയ്സിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വിവാഹം എന്ന വിഷയമാണ് നമ്മളിന്ന് ഫാക്ട് ചെക്കിങ്ങിലൂടെ കടത്തിവിട്ടത്. വിവാഹം എന്ന കൺസെപ്റ്റ് പഴയ തലമുറയെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ഒരുപാട് മാറിയിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ്. ഇന്ന് ഇവിടെ ആയിരുന്ന യുവജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് കൃത്യമായി സംശയ നിവാരണം നടത്തിയ അഭിവന്യ തോമസ് തറയിൽ പിതാവാണ്. അധ്വാനിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യമെന്നും വിവാഹം ഒരു കൂദാശയാണെന്നും പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതാണ് ഏറ്റവും മഹത്തരമായ ഒരു ജോലിയെന്നും പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, പഴയ തലമുറയെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ചുകൂടി ധൈര്യം ആവേണ്ടതുണ്ടെന്നും പിതാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു. ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്ന അഭിവന്യ പിതാവിന് നെല്ലും പതിരും എന്ന പരിപാടിയുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായി നെല്ലും പതിരിലും നമുക്ക് വീണ്ടും കാണാം. നന്ദി. കർണാടകയിലൊക്കെയാണ് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കൊടുക്കാത്തത്. കേരളത്തിൽ ഇപ്പോഴും 15 വയസ്സല്ല, ജനിച്ച് വീഴുന്ന കുട്ടിക്ക് വരെ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് അവർ കരുതുന്നത് സീക്രസിയാണ്. നമ്മുടെ ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ക്രൈസ്തവ വിശ്വാസത്തെയൊക്കെ അവഹേളിച്ചുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള വാർത്തകളൊക്കെ വരാറുണ്ട്. നിങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണെങ്കിലും സഭയെക്കുറിച്ച് വളരെ തെറ്റായ ഒരു വാർത്ത വന്നാൽ അതിൻ്റെ താഴെ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കാറുണ്ടോ? പിതാവിന്റെ സ്ക്രീൻ ടൈം എത്രയാ? പുറത്തു പറയാൻ പറ്റുകയല്ല.